കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാം ഈരാവിൽ നീ കൂടെ വാ. കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാം ഈരാവിൽ നീ കൂടെ വാ. എങ്ങനെയുണ്ടായി ശ്യാം സാറിന്റെ റൗണ്ട്? കൊള്ളായിരുന്നു അല്ലേ? കണ്ടില്ലായിരുന്നു. ചോദിക്കാം നമുക്ക്. ശരത് സാർ മക്കളെ വൈകി എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. നല്ല എന്താ ഒരു സുഖമുള്ള പാട്ട്. ഈ പല്ലവി എന്ത് സുഖമാണ്. ഇത് ആരാ പാടിയേക്കുന്നത്? ഇത് ജാനകിയമ്മ. ഓ ഇത്ര ആലോചിക്കണോ? കൊന്നേനെ നിന്നെ. ആ ഇപ്പൊ അങ്ങ് വന്നേനെ ഞാൻ. പിന്നെ എനിക്ക് മക്കൾ കുറച്ചും കൂടെ വായ തുറന്ന് അക്ഷരങ്ങൾ പറയാം എന്ന് തോന്നി. അത് മൊത്തത്തിലൊരു മൂടൽ മഞ്ഞിൻ്റെ വികാരമുണ്ട് ചിലതൊന്നും കേൾക്കുമ്പോൾ. കുറച്ചും കൂടെ വാ തുറന്ന് പറഞ്ഞാൽ മതി, അത് ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ പിന്നെ നോക്കാം, ആ ചരണം തുടങ്ങുന്നത് നമ്മളാരും പ്രതീക്ഷിക്കത്തില്ല. ഇരുട്ടടി കിട്ടിയോണമാണ് ശ്യാം സാർ അങ്ങ് തുടങ്ങിയേക്കുന്നത്. ആ ചെറിയ ദൈവത്തിലോട്ടൊരു ഗ്ലൈഡോടെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അതൊന്ന് പാടാമോ? ഈ എന്താ പറയണ്ടേ, ആ ചരണമോ അനുപല്ലവിയോ ഒന്ന് പാടാമോ? മോളെ വേളകൾ
വേളകൾ. വാ തുറന്ന് വേളകൾ. വേളകൾ ആ മധുരമായ മൗനം ആ. അലസമായ നാണം എങ്ങോ നിന്നൂറും മഞ്ഞിൻ കണം മഞ്ഞിന് കാണാം. മഞ്ഞിൻ കണം ആ മഞ്ഞു നീരിൽ നിന്നീ സംഗമം കണ്ണാടി ബിംബങ്ങളുള്ളിൽ കണ്ണാടി ബിംബങ്ങളുള്ളിൽ കുമിൾ മുള വിതറുമ്പോ ആഹാ, ആഹാ. ഈ രാവിൽ നീ കൂടെ വാ. ഫാന്റാസ്റ്റിക് മോളെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. വെരി ഗുഡ് വെരി ഗുഡ്. ആ ഇതുപോലെ എനിക്ക് അത് അത്ര ഒരു ആ ചരണം പാടിയപ്പോൾ ഈ ഒരു കുഞ്ഞോളങ്ങൾ ആ ചരണത്തിൽ അതൊന്ന് ആ ലൈനൊന്ന് പാടാമോ? അതൊരു ഫിനിഷിങ് ഫീൽ ചെയ്തില്ല. ഒന്ന് പാടാമോ? ഇതിപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, അസാധ്യം. അതുപോലെ ഇന്ന് മക്കളൊന്ന് പാടിക്കാതെ. ചരണം പാടും. ചരണം മൊത്തം അല്ലടാ, ആ ഒരു ലൈൻ. ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോരായിരം മിന്നാമിനുങ്ങിൻ കുഞ്ഞോളങ്ങളിൽ ആ ഇപ്പോഴും കുറച്ച് അങ്ങ് ഇറങ്ങിയത്. കുഞ്ഞോളങ്ങളിൽ ആ അതിനൊരു ഫിനിഷിംഗ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം മക്കളെ അത്രേ ഉള്ളൂ. എന്തൊക്കെയാലും നല്ല പാട്ട് മോള് മനോഹരമായിട്ട് പാടി. കുറേ സന്തോഷം. താങ്ക് യു ശരത് സർ. ചേച്ചി വൈഗ എന്തോ ഇപ്പൊ പാടി കേൾപ്പിച്ചപ്പോ അസലായിട്ട് പാടി. എനിക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ കുറച്ച് ഹസ്കി ആയിട്ടുണ്ട് ഒരുപാട് വൈഗന്റെ വോയിസ് ത്രൂ ഔട്ട് ഇത്. അപ്പോൾ ഈ ഹസ്കി വോയിസസിന് കുറച്ചുകൂടി ബ്രെത്ത് വേണം. ബിക്കോസ് ഒരുപാട് എയർ ലോസ് ഉണ്ടല്ലേ വെൻ യു ആർ സിംഗിങ് ഹസ്കി. അതാണ് പ്രശ്നം. അപ്പോൾ ഫുള്ളായിട്ട് ഹസ്കി ആയിട്ട് പാടുമ്പം നമുക്ക് ഈ ബ്രെത്ത് അത്തം വരെ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാം മിടുമിടിക്കുകയല്ലേ, സംഗതികളൊക്കെ കറക്റ്റാണ്, ഫീൽ കറക്റ്റാണ്. എന്നാലും ചില സമയങ്ങളിൽ ആ ബ്രെത്ത് മാനേജ്മെൻറ്റ് ഇസ് എ ലിറ്റിൽ നോട്ട് ഹാപ്പനിങ്. ഓക്കെ, ഇത് മാറ്റണമെങ്കിൽ ഒന്ന് ഈ താഴെ പാടുമ്പോൾ കുറച്ചുകൂടി ഇത്രയും ഹസ്കി ഇല്ലാതെ കോർ വോയിസ്, ഫുൾ റൗണ്ടഡ് വോയിസ് ഒന്ന് അതിൽ നമ്മൾ കുറച്ച് എക്സസൈസ് പ്രാക്ടീസ് ചെയ്താൽ ഈ ഹസ്ക് ഒന്ന് പോകാൻ സാധ്യതയുണ്ട്. ഹസ്ക് ഇസ് വെരി നൈസ്, പക്ഷെ എല്ലാ സ്ഥലത്തിലും പാടുമ്പോൾ ഇങ്ങനെ വളരെ സ്ട്രെയിൻ ആവും വോയിസ്. ഇതൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാനൊന്ന് ശ്രമിക്കണം. ഓക്കെ, ചെറുതായിട്ട് ദാറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ യുവർ സിംഗിങ്. യാ, കുറച്ചുകൂടി സ്വീറ്റ്നെസ് ഉണ്ടാവും എല്ലാ സ്ഥലത്തിലും. ഓവറോൾ ദ ഫീലിംഗ് വാസ് നൈസ്. വളരെ സിൻസിയർ ആയിട്ട് പാടി. ഐ ലവ് ദി ആറ്റിറ്റ്യൂഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഷാനിക എനിക്ക് ആകെ തോന്നിയത് മോളെ കുറേ ഭാഗത്തുള്ള മഫിൾഡ് ആണ്. കുറെ വാക്കുകൾ മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഗൈൻ മോളെ നന്നായിട്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒന്നാമത് എനിക്ക് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അത് ചൂസ് ചെയ്ത് കൊണ്ട് തന്നതിന് താങ്ക് യു. പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഷാനിക. ഓക്കെ, താങ്ക് യു ഷാനിക. ഇനി ചോദിക്കാം. ശരത് സർ. യെസ് സാർ. മാർക്ക്. മക്കളെ വൈകേ എന്തോ 9 marks. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക. ഇഷ്ടമായി. ഇത് ചെയ്യൂ. എന്നാ പിന്നെ അത്ര ഇഷ്ടമായെങ്കിൽ ഒരു 3 മാർക്ക് കൊടുക്കും. 9 points. നീ അത് അങ്ങനെ തുടക്കമിട്ട സ്ഥിതിക്ക് ഇനി 9.1 ഞാൻ തുടക്കമിട്ടോണ്ടാണ് നിനക്ക് ആ പോയിന്റ് കിട്ടിയത്. ഇല്ല സത്യം. മേലെ നീ തുടക്കമിടരുത്. 18.1. അല്ല എന്താണെന്നറിയാം, വേറൊന്നല്ല, എനിക്ക് ഈ പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ രാവിലെ നീ കൂടെ വന്ന് പറഞ്ഞ ആ ഒരു പോർഷനാണ്. അത് വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരുന്നു. അത് ഭയങ്കര സുഖമായിട്ട് വൈക പാടി. അത് പല്ലവിയിലാണെങ്കിലും അനുപല്ലവിയുടെ എൻഡിൽ വരുമ്പോഴും ചരണത്തിൻ്റെ എൻഡിൽ വരുമ്പോൾ ഞാൻ അങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് ആ ഈ രാവിലെ നീ കൂടെ വന്ന് ഭയങ്കര സുഖമായിരുന്നു. ഞാൻ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ പാറു എന്തായാലും നമ്മുടെ സ്വീറ്റ് ഹാർട്ടാണ്, അതിലൊരു 9 point തുടക്കം ഇട്ടു. പോട്ടെ 9.1. ഇനി എല്ലാരും എന്റെ അടുത്ത് വന്നിട്ട് ചേച്ചി 9 point എന്ന് പറയണേന്ന് പറയോ? ഒറ്റയടി അത് ആർക്കാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നടക്കും ഉറപ്പായിട്ടും. ഇതൊരു ശീലമാക്കണ്ട. ശരി എന്നാ. ഓക്കെ, ഓൾ ദി താങ്ക് ബെസ്റ്റ്. യു.